ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു മഴയുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. രാവിലെ എണീറ്റപ്പം മുതൽ ഇന്നലെ അതായിരുന്നു, ഇന്നും അതായിരുന്നു. ശരിക്കും ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യണം ഇന്ന് തന്നെ കേട്ടോ വീഡിയോ ഇടണേ. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ എണീറ്റ വഴിയെ ബിനുവേട്ടന് ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ആയപ്പോഴത്തേനും ബിനുവേട്ടന് ഓട്ടം പോയി. അപ്പോൾ മക്കൾ ഇവിടെ കിടന്ന് സുഖമായിട്ടാണ് ഉറങ്ങുന്നുണ്ട്. അച്ചുക്കുട്ടൻ അവിടെ കിടന്ന് പതിയെ എണീക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ധ്യാനൂട്ടൻ നല്ല ഉറക്കാന്ന് തോന്നും. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് മക്കളങ്ങ് എണീറ്റു കേട്ടോ. എന്താണോ ഇന്നലെ വൈകിട്ട് പറഞ്ഞിട്ടാണ് കിടന്നത്. ഇന്ന് അമ്മ തന്നെ രാവിലെ ഉള്ളൂ. അതുകൊണ്ട് അച്ചുകുട്ടനും ധ്യാനൂട്ടനും രാവിലെ എണീറ്റ് തന്നെത്താനെ എല്ലാ കാര്യങ്ങളും ചെയ്തോണം, അമ്മേനെ ഒത്തിരി വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ അച്ഛങ്ങനെ പറഞ്ഞുകൊണ്ടാവാം രാവിലെ എണീറ്റ വഴിയെ. രാവിലെ അച്ചുകുട്ടൻ നേരത്തെ എണീറ്റ് പോന്നിട്ടുണ്ട്. ധ്യാനൂട്ടൻ്റെ മേത്ത് കയറി കിടക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ രാവിലെ എൻ്റെ അനിറ്റ് ചത വെച്ച് കൊടുക്കല്ലേടാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചുകുട്ടൻ ഇങ്ങനെ മാറിക്കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ധ്യാനൂട്ടൻ എണീറ്റ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടുപേരും ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. എണീറ്റ് വന്നു രാവിലെ തന്നെ. അല്ലെങ്കിൽ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എന്നാ പറയണത്, എല്ലാത്തിനും നമ്മളിങ്ങനെ പുറകെ നടക്കണം. പക്ഷേ ഇന്നെല്ലാം ഡീസൻ്റായിട്ട് മക്കൾ തന്നെ ചെയ്തു, തന്നെ കുളിച്ചു. അച്ചുവാണെങ്കിലും തന്നെ കുളിച്ചു കേട്ടോ. ധ്യാനൂട്ടൻ പിന്നെ എന്നും തന്നെയാണ് കുളിക്കണത്. അച്ചുകൂട്ടൻ തന്നെ കുളിച്ചു. തലയൊന്ന് തോർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ചെയ്തു. അപ്പോൾ അതാ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും അടുപ്പ് ഇരുന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ബാക്കി നോക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല പണിയുള്ളൊരു ദിവസമാണ്. പക്ഷേ രാവിലെ എണീറ്റപ്പം മഴ കണ്ടപ്പോൾ എൻ്റെ മൂടെല്ലാം പോയി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരയൊന്ന് തുടയ്ക്കണം എന്ന് വെച്ച ദിവസമായിരുന്നു കേട്ടോ. മഴ കാരണം അതൊന്ന് ക്യാൻസൽ ചെയ്തു. പിന്നെ തുണി ഒരു കുന്നലക്കാൻ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോപ്പ് പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അറിയാമല്ലോ, 2 ദിവസമായിട്ട് അലക്കിയിട്ടില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാത്ര പോയ കാരണം നമുക്ക് 2 ദിവസം അടുപ്പിച്ച് യാത്ര പോയി. ഒന്ന് നമ്മുടെ വീട്ടിലൊന്ന് പോയി, അത് ഞായറാഴ്ച പോയത്. പിന്നെ അന്ന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആണ് സോപ്പ് പൊടി തീർന്നത്. പിന്നെ അത് അലക്കിയില്ല. അപ്പോൾ ആ തുണി അങ്ങനെ കിടക്കുന്നു. പിന്നെ അത് കൂടാണ്ട് എനിക്കാണെങ്കിൽ തുണി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തലക്ക് വട്ട് പിടിക്കണം. കാരണം പിന്നെ അതൊന്ന് വിരിച്ചിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ. അല്ലേ പ്രശ്നമൊന്നുമില്ല, അലക്കിയിട്ടാൽ മതി. ഇപ്പോൾ വിരിച്ചിടാൻ സ്ഥലമില്ലാത്തവർക്ക് അറിയാലോ, നമ്മൾ ആ ഓർഡറിൽ അങ്ങ് പോയില്ലെങ്കിൽ ഓർഡർ അങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പണി പാളും. അപ്പോൾ ഇത് മൊത്തത്തിൽ പണി പാളിയെന്നല്ല, പണി പാളിപ്പോയി. കാരണം 2 ദിവസം അലക്കാണ്ടിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അലക്കാനുണ്ട്. അതാണ് മെയിനായിട്ട് പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാനും ഇച്ചിരി അധികമുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളപ്പോഴും എനിക്കിതുപോലെ ടെൻഷനാണ് മനസ്സിലോട്ടോ, അതങ്ങ് കഴിയുന്നോടം വരെ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചു കേട്ടോ. കാരണം ബിനുവേട്ടൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല. ഇച്ചിരി ഗോതമ്പൊടി ഇരിപ്പുണ്ട്. ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഇനിയിപ്പോൾ അത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുപയർ ഇരിപ്പുണ്ടെന്ന്, അതങ്ങ് വേവിക്കുകയാണെങ്കിൽ മക്കൾക്ക് അത് ഇഷ്ടമാണ്, അത് ഉണ്ടാക്കാം. പക്ഷെ തലേന്ന് വെള്ളം ഇടാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് ഇട്ടു കേട്ടോ. ആദ്യം 1-2 വിസിലടിച്ചിട്ട് വെച്ചിട്ട് ഞങ്ങളടുത്ത് വെന്ത് കാണിരിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ വെന്തില്ലായിരുന്നു. പിന്നെ ഒന്നോടെ വിസിലടിച്ചപ്പോൾ അത് വെന്തും പോയി. അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ പയർ വേവിക്കാനായിട്ട് വെക്കണ പാകമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എണ്ണ കടുക് തളിച്ചിട്ട് വെറുതെ ഒന്ന് തോരൻ പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഉള്ളിയും കടുക് തളിച്ചിട്ടാട്ടോ വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് കുറച്ച് ഉള്ളി അധികം ഇടും. ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം ഈ പയർ വേവിച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കും. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഒടിച്ചിടും. അല്ലെങ്കിൽ ലേശം ഒരു മുളക് പൊടി, നമുക്ക് ഒരു എരിവിന് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി മുളക് പൊടി ഇടും കേട്ടോ. അത്രേ ഉള്ളൂ. കടുകും താളിക്കും. കടുക് താളിച്ചു എന്ന് ആദ്യം പറഞ്ഞാണല്ലോ അല്ലേ. കറിവേപ്പില ഇടും, കടുകല്ല കറിവേപ്പില. അപ്പോൾ അത്രേ ഉള്ളൂ അതൊന്ന് പറയാനായിട്ട്. അത് പ്രത്യേകിച്ച് പറയാനും എടുക്കാനൊന്നുമില്ല. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ എൻ്റെ അമ്മയായിരുന്നു ക്ഷമിച്ചേ. ചോറ് കൊടുത്തു വിടാനായിട്ട് ചോറ് കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാറില്ല, അത്ര ഞാൻ ഓർക്കില്ല രാവിലെ അല്ല ചൂട്ടാ. അപ്പം ഇന്നും കൂടെ അമ്മയോട് ക്ഷമിച്ചേക്കണമെന്നാണ് പറയണത് അച്ചുകൂട്ടൻ. തലയിവില്ലോ? വേഗം പോയി തലയിവ് എടുക്കാനായിട്ട് പൗഡർ ഇടുക കേട്ടോ. വേഗം ചായ കുടി എന്നിട്ട് സമയം പോണു. ബെൽറ്റ് ഇട്ടു. അച്ചുകൂടെല്ലാം ചെയ്തു അല്ലേ. നീ പൗഡർ ഇട്ട് തലയും ചെയ്യണം. വേഗം ചായ കുടിച്ചിട്ട് തല കഴിക്കും. വേട്ടെ.
അപ്പോൾ മക്കളവിടെ ഇരുന്ന് ചായ കുടിക്കണ സമയം കൊണ്ട് ഞാൻ എന്താ പരിപാടി എന്നറിയാമോ, നമുക്കെന്ന് വെച്ചാൽ പാവയ്ക്ക തീയൽ വെക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം പാവയ്ക്ക കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം തോരൻ വെച്ചു, ഒന്നിപ്പോൾ ഒരു ദിവസം തീയലാവട്ടെ, ഇനി അടുത്ത ദിവസം അടുത്ത് വേറെ എന്തെങ്കിലും ആവാം എന്നോർത്തിങ്ങനെ ഇരിക്കുന്നു. നല്ല പാവയ്ക്കായിരുന്നു കേട്ടോ, കയ്പൊന്നും ഇല്ലാത്ത പാവയ്ക്കായിരുന്നേ. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും ഈ പ്രാവശ്യം തീയലുണ്ടാക്കണ നല്ല രീതിയിലാണ് കേട്ടോ. അതായത് ഉടായ്പ് തീയലല്ല, നല്ല തീയലാണ്. സാധാരണ നമ്മൾ എളുപ്പപ്പണി നോക്കിയാലോ വേവിച്ചിട്ട്, അങ്ങനത്തെ തീയലല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഉള്ളി നന്നായിട്ടിടും. ഉള്ളി ഒരു 10-20 ഉള്ളിയെങ്കിലും ഞാൻ അരിഞ്ഞിടും കേട്ടോ. കാരണം ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നേ, അപ്പം ഉള്ളി ഇച്ചിരി അധികം ഇടും. അവിടെ ഈ പാവയ്ക്കയും കൊത്തി അരിഞ്ഞതും ഉള്ളിയും കറിവേപ്പിലയും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വഴറ്റി എണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്ന് വന്നെ എന്നിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ പാവയ്ക്കത്തേൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കണേ. ഇവിടെ വന്നേ പിന്നെ ഞാനിങ്ങനെ കണ്ടേക്കണേ പാവയ്ക്ക എളുപ്പപ്പണി നോക്കണം കണ്ടേക്കണേ കേട്ടോ. എന്താ വെച്ചാൽ ഈ വെള്ളത്തിലിട്ട് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിലേക്ക് അവർ അരിഞ്ഞിടും, എന്നിട്ട് ഉള്ളിയൊക്കെ എല്ലാം വെള്ളത്തിലേക്ക് ഇടും, എന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ചുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇടും. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, ഇച്ചിരി കഴിഞ്ഞ് ഇട്ടേന്ന് എനിക്ക് തോന്നുന്നു, ഓർക്കണില്ല. അല്ല, ഇട്ടിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ, നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ വേഗം പോയി തേങ്ങ ചിരണ്ടി തേങ്ങയും വറുക്കാനുള്ളത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ ഇരുന്ന് വഴന്ന്, തേങ്ങയാണെങ്കിലും പതിയെ ഇരുന്ന് വറന്ന് വരുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് തീയലിന്. നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വേഗം തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഈ ഒരു ടേസ്റ്റും വേറെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെയാണ്. തീയലുണ്ടാക്കുമ്പോൾ ഒരു സ്റ്റൗവിൽ വഴറ്റാനുള്ളതും വെക്കും, ഒരു സ്റ്റൗവിൽ തേങ്ങ വറക്കാനും വെക്കും. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ അങ്ങ് ആയി വന്നോളും. അത് കഴിഞ്ഞ് മഴ പതിയെ ഒന്ന് തോർന്ന സമയം കൊണ്ട് ഞാനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അച്ചക്കുട്ടൻ സ്കൂളിൽ പോയിട്ടില്ല, അച്ചക്കുട്ടൻ എൻ്റെ പുറകെ നടക്കണ്ട്. തുണി അലക്കാനുള്ള ആദ്യത്തെ ട്രിപ്പ് ഇട്ടേക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്നലെ ഞാൻ വെള്ളമുണ്ടൊക്കെ കല്ലിൽ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉജാല മുക്കാനുണ്ടായിരുന്നു, തുണി വിരിക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഉജാല മുക്കാനായിട്ടുള്ളത് ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീനകത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. പുറമെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുണ്ട് അലക്കിയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ചെളി പുറമേ നിന്നുള്ള ഈ കാറ്റും പൊടിയൊക്കെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ അന്ന് ഉജാല മുക്കാൻ പറ്റിയില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറില്ലേ അതിനകത്തേക്ക് എടുത്തിട്ടും, അതാണിപ്പോൾ നമുക്ക് വേറെ ചെളിയൊന്നും പറ്റിയല്ലോ, അങ്ങനെ വെച്ചേക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ മുറ്റടിക്കുകയാണ് കേട്ടോ. മുറ്റടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, കാരണം മുഴുവൻ വെള്ളം നനഞ്ഞ് അപ്പിടി ഇതായി കിടക്കുവാണ്. അടിച്ചങ്ങ് നീങ്ങിയല്ല. പക്ഷെ നമുക്ക് മുറ്റം അടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല, പ്രത്യേകിച്ച് മുമ്പശെങ്കിലും അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം മഴക്കാലത്താണെങ്കിലും പറ്റുമ്പം എന്തെങ്കിലും ഒരു തോർച്ച കിട്ടി കഴിഞ്ഞാൽ അപ്പം ഞാൻ വേഗം പോയി മുറ്റടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പതിയെ പൊടിയുന്നുണ്ട് മഴ. അത് ഞാൻ കാര്യമാക്കിയില്ല, ആറ്റുകൂട്ടം പുറം നടക്കുന്നുണ്ട് ഒരു ടർക്കിയും പിടിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റടി കഴിഞ്ഞു. മുറ്റടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ചുക്കുട്ടനും ചേട്ട ബസ് വന്നിട്ടുണ്ടായത്, പിന്നെ അവരെ കയറ്റി വിട്ടു. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ശരിക്കും പറഞ്ഞാൽ എഡിറ്റിങ് കഴിയുമ്പോഴത്തേക്കും കിടന്ന് ഉറക്കം വരും. അതുമാണ് എൻ്റെ അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അച്ചുക്കുട്ടനും തേനുണ്ടെങ്കിൽ കയറ്റി വിട്ടിട്ട് പിന്നെ നടയൊക്കെ ഒന്ന് തേച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലത്തെ നമ്മുടെ സ്ഥിരം ജോലികൾ. മഴക്കാലമാണെങ്കിൽ പറയണ്ട, നട എപ്പോഴും ഇങ്ങനെ ചവിട്ടി കൂട്ടി നാശാക്കിയിട്ടും, പ്രത്യേകിച്ച് മക്കളിവിടെ ഉള്ള സമയത്ത്. അപ്പോൾ അത് ഫുള്ളൊക്കെ ഒന്ന് ഞാൻ ബ്രഷ് കാണാനില്ല, പിന്നെ ഒരു കൈ കെട്ടിയതൊരു ചകിരിയാണ്, ഈ അത് വെച്ചിട്ടങ്ങ് പിന്നെ അങ്ങ് വേഗം ഒന്ന് കഴുകി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, തുണി ഉജാല മുക്കാനുണ്ടായിരുന്നു എന്ന്, വെള്ളമുണ്ട് അലക്കിയിട്ടൊക്കെ ഉജാല മുക്കിയിട്ടു. പിന്നെ എന്താ പറയണേ, തുണി ഉണങ്ങിയത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്ന് മടക്കി വെക്കാനേക്കാളും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിക്കാനായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തണുപ്പ് വിട്ട് മാറാത്ത കാരണം നമുക്ക് മടക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബെഡിലേക്ക് വിടർത്തി അങ്ങിടും. അപ്പോൾ പകൽ നമ്മുടെ വീടിനകത്തേക്ക് അങ്ങനെ എന്നാ പറയണേ, കാറ്റും വെളിച്ചൊന്നും കയറാത്ത വീടായിരുന്നു. ഒരു ഗുണമുണ്ട്, ഈ മഴക്കാലത്ത് ഉള്ളിലിങ്ങനെ ചെറിയ രീതിയിൽ ചൂട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തുണി ഇപ്പോൾ ഉണങ്ങാനുള്ള കട്ടിലേക്കിടെ വിരിച്ചിടുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങ് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കുറേയൊക്കെ വിരിക്കാനുള്ളതൊക്കെ ഇട്ടു. പിന്നെ അത്യാവശ്യം ഷർട്ടൊക്കെ ഇവിടെ തന്നെ തൂക്കിയിട്ടു കേട്ടോ. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പണികൾ, അതായത് വീടടിച്ചു വാരുക,
നമ്മളെന്നും ചെയ്യണം അതേ പണികൾ. രാവിലെ ഇത് തുണി തേക്കണയാണ് കേട്ടോ. തേക്കാനകത്ത് നമ്മൾ തുണി ഇട്ടിട്ടല്ല തേക്കണം, ആ തുണിയാണ്. ആ തുണിയൊക്കെ ഒന്ന് മടക്കിയിട്ടു. അത്രയൊക്കെ ഉള്ളൂ. വീട്ടമ്മമാർക്ക് എന്നാ പണിയെന്ന് ചോദിക്കും. ഇതൊക്കെ തന്നെ പണി. ശരിക്കും പറഞ്ഞാൽ ചോറും കറിയും ഉണ്ടാക്കലല്ല എന്നെ സംബന്ധിച്ച് പണി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ്. ഈ അടുക്കി പറക്കലാണ്. എന്നും ഉണ്ടാവും ഒരു കുന്ന്, മക്കളെ വലിച്ചു വാരി ഇട്ടതല്ല. അപ്പോൾ ഒരു സ്കൂളിൽ പോയി കഴിയുമ്പം ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ. ഓരോ വശത്തുനിന്ന് അടുക്കി പറക്കി വരുമ്പം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം നമ്മുടെ പാവയ്ക്കൊക്കെ ഓഫാക്കിയിട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയത്. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് പണികളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് പലപ്പോഴും ഞാൻ എന്നാ പറയുക ചിന്തിച്ചൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് സംസാരിക്കണം വേണോ വേണ്ടേ എന്നിങ്ങനെ കുറേ ആലോചിച്ചു. പക്ഷേ നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ വൈഫ് ഒളിച്ചോടിയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്കിത് കേൾക്കാൻ ഇതല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ കെട്ടിയോളം ഒളിച്ചോടും, അല്ലെങ്കിൽ കെട്ടിയവനും ഒളിച്ചോടും. ആൾക്കാർക്കൊക്കെ എന്താ ഭ്രാന്തെന്ന് ആർക്കറിയാം. എന്തായാലും എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. കൈയുടെ ഞരമ്പ് മുറിച്ചു. അതാണ് ഞാൻ ആ വാർത്ത ഞാൻ വീഡിയോ കാണാൻ വെച്ചാൽ ഇങ്ങനെ സജഷനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് കേട്ടോ, യൂട്യൂബിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഇതാണ് ആൾ പറയുന്നുണ്ട്, ആളുടെ കൂട്ടുകാരൻ്റെ കൂടെ എങ്ങാണ്ടാണ് വൈഫ് ഒളിച്ചോടി പോയത്. അപ്പോൾ ആൾ കൈയുടെ ഞരമ്പ് മുറിച്ചു എന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുക, എന്തിന് നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മളെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാ നമ്മുടെ ജീവിതം കളയണേ? എനിക്ക് അപ്പോൾ ഇതിപ്പോൾ കുറേ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ഇതാണല്ലോ കേൾക്കാനുള്ളൂ. ഒരുപാട് പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഇതിൻ്റെ പേര് കരയുന്നുണ്ട്. ഒരുപാട് പുരുഷന്മാർ കരയുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ ഒരു കാര്യത്തിൽ തെറ്റുകാരാണ് കേട്ടോ. ആരെയും ഞാൻ ഒറ്റപ്പെടുത്തില്ല. സ്ത്രീകളെ ഞാൻ മെയിനായിട്ട് പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബമായി ജീവിതം തുടങ്ങി പോരായ്മകൾ എന്തെന്ന് പറഞ്ഞാലും ഉണ്ടാവും. കുറ്റവും കുറവില്ലാത്ത മനുഷ്യരില്ല. ഇച്ചിരി പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകണമാണോ ശരി? എനിക്കറിയാൻ പാടാണ്ടിരിക്കുക. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് അതെങ്ങനെയെങ്കിലും കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കണ്ടേ? അല്ലെങ്കിൽ കെട്ടിയവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവുണ്ട്, അല്ലെങ്കിൽ കെട്ടിയവന് ഒരു ചെറിയൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം എന്നാ പറയണേ, അതുവരെ പോറ്റി വളർത്തിയ മക്കളെ ഉപേക്ഷിച്ച് ഇന്നലെ കാണുന്ന ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജീവിതം ശാശ്വതമാവുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, എനിക്കറിയാൻ വേണ്ടിയിരിക്കുക. അത് ഒരിക്കലും നന്നാവില്ല. പ്രത്യേകിച്ച് ആ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പുരുഷൻ എന്നൊക്കെ അറിയാണ്ട് തന്നെ കേട്ടോ. അല്ല, ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ ഞരമ്പ് മുറിച്ചു എന്ന് ആൾ പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ആ സ്ത്രീയെ ആ ഒരു ആൾ സ്നേഹിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ. യൂട്യൂബറുടെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളോടായിട്ട് ആദ്യം പറയാം, ഒരു പുരുഷൻ നമ്മുടെ പുറകെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര സൗന്ദര്യമൊക്കെ വർണ്ണിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം വേറെ ആയിരിക്കും. അവൻ്റെ കാര്യം അവൻ നേടുന്നോടം വരെ പുറകെ നടക്കും. അത് കഴിയുമ്പം അവൻ്റെ ആവശ്യം കഴിയുമ്പോണ്ടല്ലോ കറിവേപ്പില വലിച്ചെറിഞ്ഞിട്ട് ഇട്ടേച്ച് പോവും. അന്നേരം ഓർത്ത് കരഞ്ഞിട്ടോ എടുത്തിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ത്രീ വിവാഹം കഴിച്ച് 2 കുട്ടികളായി അല്ലെ 2 3 മക്കളായി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവളുടെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവളുടെ ശരീരം അല്ലെങ്കിൽ അവളുടെ പണം, ഇതായിരിക്കും അവൻ്റെ മനസ്സിലുള്ളത്. അത് അവൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ, ചില പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുടെ കയ്യിലുള്ള പണം കണ്ടിട്ട് പുറകെ നടക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങളോടും ഇത് തന്നെ പറയാനുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പണം തീരുമ്പം അവർ നിങ്ങളെ ഇട്ടേച്ച് പോകും. അങ്ങനെയുള്ള സ്ത്രീകൾ, പോകിയല്ലാത്ത സ്ത്രീകൾ എത്ര കഷ്ടപ്പാടിലും കെട്ടിയവൻ്റെ ഒപ്പം നിൽക്കും. ഇങ്ങനെ പോകുന്നവർ ഇങ്ങനെ അത് തന്നെയല്ല. ഇപ്പോൾ ഒരാളെ സ്നേഹിച്ചു അവരുടെ കൂടെ പോയി, അവരുടെ കയ്യിലൊന്നും ഇല്ലയെന്ന് അറിഞ്ഞു കഴിയുമ്പം അടുത്തയാളെ ഇങ്ങനെ പോകുന്നവർ അടുത്തയാളെയും പിടിക്കും. അവൻ്റെ കയ്യിലൊന്നുമില്ല, അന്ന് അടുത്തയാളെ പിടിച്ചേക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ക്യാരക്ടർ മുമ്പോട്ട് പോകുള്ളൂ. പിന്നെ അത്രയ്ക്ക് പോകണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക. എനിക്ക് നിന്നെ വേണ്ട, ഉള്ള കാര്യം തുറന്നു പറയുക, എനിക്ക് നിന്നെ വേണ്ട, അല്ലെങ്കിൽ വേണ്ട. ഒരാൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. അതിന് വെച്ചാൽ മറുവശത്തെ ആൾക്കാർക്ക് ഒരാൾ സ്നേഹിക്കുമ്പോൾ ഒരാൾ എന്തായാലും ചതിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി പോണത്. അപ്പോൾ എന്തായാലും സങ്കടം ഉണ്ടാവും. പക്ഷേ ഒരു ലീഗലി ഡിവോഴ്സൊക്കെ ചെയ്തിട്ട് അതിൻ്റെ രീതിക്ക് പോവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും എന്നാ പറയണേ, മറുവശത്തുള്ള ഒരാൾക്ക് ജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ളെങ്കിലും പറ്റും. ഇതെന്താണ് 2 കുട്ടികൾ, ഒരു പ്രാരാബ്ദം ഒന്നും ഏൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ പിള്ളേരെ കൊല്ലാനോ തോന്നണമെങ്കിൽ കൊല്ലുക, എന്തൊക്കെയാണ് കേൾക്കണം എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഇന്നത്തെ ലോകം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് തോന്നണേ. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഈ പെണ്ണുങ്ങളൊക്കെ ഒന്നും ചിന്തിക്കണില്ല എന്നാലോചിക്കണേ.
സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും വലുതാണോ ഇന്നലെ കണ്ട ഒരാൾ? എനിക്കറിയാൻ പാടില്ല. എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളാണ് ഏറ്റവും വലുത് കേട്ടോ, സത്യം പറയാം. ഇന്നലെ കണ്ട ആരോടോ പുറകെ പോയില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എന്നോർത്ത് ആരും പൊങ്കാലിടാൻ വരേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് പറയണത് നമ്മളീ അയ്യോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒരു വർഷം വിളിച്ചിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത സമയത്ത് എന്തായിരുന്നു ഫോൺ എടുക്കാനും കൂടെ മേലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയായ എൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ എത്രമാത്രം നമ്മുടെ സമൂഹം അധപതിച്ചു എന്നുള്ളതിൻ്റെ മെയിൻ തെളിവാത്. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ തുറന്നു പറയണു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പയ്യൻ്റെ ഒരു വിഷമവും ആ പയ്യൻ്റെ ഒരു അവസ്ഥയും കണ്ടിട്ട്, അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ വീഡിയോയ്ക്കകത്ത് കേൾക്കാം. ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും പറയണം എന്ന് തോന്നി. ഈ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകുന്ന സ്ത്രീകളോട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകുന്ന പുരുഷന്മാരോട്, രണ്ടുപേരോടും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. പോകുന്നത് കൊള്ളാം, പക്ഷേ ഈ പോകുന്നതിൻ്റെ കർമ്മഫലം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അന്നേരം ഓർത്തിട്ടോ എടുത്തിട്ടോ കാര്യം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്താലും നല്ല ചെയ്താൽ നല്ലതായിട്ട് തന്നെ വരും. ചീത്ത ചെയ്താൽ ഇപ്പോൾ ഒരാളെ വഞ്ചിച്ചിട്ട് പോകുമ്പം അതിൻ്റെ ആ വഞ്ചനയുടെ വേദന എന്താണെന്നുള്ളത് ചിലപ്പോൾ അപ്പം തന്നെ അറിയാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മളത് അനുഭവിക്കും. എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ താഴെ തന്നെ വന്ന ഒരു കമൻറ്റാണ് കേട്ടോ. ഒരാൾ വേറെ ഏതൊരു വ്യക്തി കമൻറ്റ് ഇട്ടേക്കണതാണ്. വേറൊന്നുമല്ല, ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ ഇങ്ങനെ സ്നേഹിച്ച് പോയതിന് 2 ദിവസം കഴിഞ്ഞപ്പം കൊണ്ടുപോയ ആൾ, അതായത് കെട്ടിക്കൊണ്ട് പോയ ആൾ എന്തോ അപകടത്തിൽ മരിച്ചു പോയിന്ന്. അപ്പോൾ അതും ഒരു കർമ്മഫലമാണ്. അതായത് നമ്മളെവിടെ ആത്മാർത്ഥത കാണിച്ച് നമുക്കൊട്ട് വഞ്ചന കിട്ടുന്നുണ്ടെങ്കിൽ അത് മുകളിലിരിക്കുന്നൊരു ശക്തി അത് കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവനവന് നല്ലത്, അത്രേ പറയാനുള്ളൂ. പിന്നെ പുറമേന്ന് ആൾക്കാർ കുഴയാനും കൊഞ്ചാനും ഒക്കെ ഇഷ്ടം പോലെ വരും. അതിട്ട് അവരുടെ ഉദ്ദേശം അത് വേറെ ആയിരിക്കും. അത് മനസ്സിലാക്കി ജീവിച്ചാൽ അവനവന് കൊള്ളാം. അവനവൻ്റെ മക്കളെ വളർത്തി അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചാൽ അവനവന് കൊള്ളാം, അത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്നോ ഞാൻ പറയണില്ല. എൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കാരണം ആ വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ പലരും പറയും എന്നെ ഇഷ്ടമല്ലാത്തവർ തമ്മിൽ എന്നാ പറയണേ, എന്തിനാ ഒന്നിച്ച് ജീവിക്കണേ, ഇഷ്ടമല്ലാത്തവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണ്ടെന്നേ. അങ്ങനെ ജീവിക്കണ്ട എന്ന് അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് വിവാഹം കഴിക്കാണ്ടിരിക്കുക. ഇനി അഥവാ വിവാഹം കഴിച്ചാൽ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക. കാരണം ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളാ ഭൂമിയിലേക്ക് വരുന്നത്. അവർക്കറിയില്ല അവരുടെ അപ്പനും അമ്മയും തമ്മിൽ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം അവർക്കറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾ എന്നാ പറയണേ, വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കുഞ്ഞുങ്ങൾ വേണം എന്ന് മുമ്പോട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തന്നെ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് കൂടുതൽ അനുഭവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മനസ്സിലെ വിഷമം എന്താണെന്നുള്ളത്? പിന്നെ ഒരു കാര്യം എനിക്ക് കേട്ടിട്ടുള്ള 2-3 കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എന്നാ പറയണ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം ഇവരെ മടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ തന്നെ ഒരാളുണ്ട്, ഇതുപോലെ തന്നെ സെയിം ആയിട്ട് രണ്ടാമത് കെട്ടി. ആദ്യത്തേൽ 2-3 പിള്ളേരുണ്ടായിരുന്നു, രണ്ടാമത് കെട്ടി ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. ആ ചേച്ചിയാണെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ അമ്മേനെ ആ ചേച്ചിയാണ് നോക്കിയത്. എന്നിട്ട് ലാസ്റ്റ് മരണസമയത്ത്, ഈ ഹസ്ബൻഡിൻ്റെ മരണസമയത്ത് ഈ കൊണ്ടുപോയ 2ാം ഭാര്യയ്ക്ക് വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അയാൾ തിരിച്ചറിഞ്ഞു ബന്ധങ്ങളുടെ വേദന എന്താണെന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ആ മനസ്സിലാക്കിയിട്ട പുള്ളി ഈ ഭൂമിയിൽ നിന്ന് പോയതെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ഭാര്യനെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഹസ്ബൻഡ് വേറൊരുത്തിയുടെ കൂടെ പോയി. എന്നിട്ട് ലാസ്റ്റ് കുറേ കാലം കഴിഞ്ഞപ്പം അവൾക്ക് ഇവനെ വേണ്ടാത്ത ഒരവസ്ഥയായി. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ വീടിനകത്ത് കിടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാണ്ട് നരകിച്ച് പുറത്ത് കിടന്ന് എന്തോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് വേണ്ട അയാളെ. അപ്പോൾ അങ്ങനെ നരകിച്ച് കിടന്നപ്പം ആദ്യത്തെ ഭാര്യ മക്കളും കൂടെ ചെന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ ഒരു അറിവിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുന്നിടത്തെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്നല്ലെങ്കിൽ നാളെ എന്നാ പറയണേ, നന്നായിട്ട് നമ്മളെ സ്നേഹിച്ച ഭർത്താവും ഭാര്യയും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇനിയുള്ള കാലം അവർ തിരിച്ച് സ്വീകരിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. എന്നാന്ന് വെച്ചാൽ പോയവർ പോകണ വഴിക്ക് പോട്ടെ എന്ന് തന്നെ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ വഞ്ചനയുടെ വേദന അറിഞ്ഞ ഒരാളാണെങ്കിൽ പിന്നീട് ഒരു വഞ്ചന വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഉൾക്കൊള്ളണം എങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഉൾക്കൊള്ളുന്നത്. പിന്നെ
നന്നായി വരുവാണെങ്കിൽ നന്നായി വരട്ടെ എന്ന് ഓർത്ത് സഹിക്കുന്ന സ്ത്രീകളും ഇല്ലായികയില്ല കേട്ടോ. നന്നായി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. രണ്ടും പറയണല്ലോ. പക്ഷേ കൂടുതലും അവനവൻ്റെ കുടുംബം അവനവൻ്റെ മക്കളെ ഓർത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവനവന് നല്ലത്. അത്ര എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ കാലത്ത്. ഇതെല്ലാവർക്കും ദഹിക്കണം എന്ന് പറയാൻ ദഹിക്കാൻ ചാൻസ് കുറവാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകൾക്ക് അല്ലെ പുരുഷന്മാർക്ക് ഞാൻ ഈ പറയണത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികയില്ല. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ കണ്ടാരനാണ് ഇത്രയെങ്കിലും പറഞ്ഞു കേട്ടോ. ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതെ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നു. ഞാനിങ്ങനെ അതിനിടയ്ക്ക് പാവയ്ക്ക തീയലൊക്കെ അങ്ങനെ ഉണ്ടാക്കി. പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള കാരണം അങ്ങനെ ഷെയർ ചെയ്തില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇടുക്കിക്കാണ് പോയത് കേട്ടോ. ഇടുക്കിക്ക് പോയ ഭാഗമാണ്. ആ ഒരു ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയപ്പം ഡാമിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കിടക്കണ കാണാൻ. വെള്ളം ഇങ്ങനെ പക്ഷെ പേടിയാവും കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം കാണുന്നത് ഭയങ്കര പേടിയാണ്. അടുത്തൊക്കെ ഇറങ്ങി നിന്ന് കാണാനൊക്കെ. മക്കളൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ബിനോട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്കുറയും കേട്ടോ. മക്കളവിടെ നിന്നോളും ഞാനിവിടെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മുടെ അമ്മമാരല്ലേ നമ്മൾ. എത്ര എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ അങ്ങോട്ട് കഴിവതും ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇറങ്ങാറില്ല കേട്ടോ. ഇറങ്ങാൻ എനിക്ക് താഴേക്കൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു പേടിയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഒരുപാട് കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതാ ഡാമാണ് കേട്ടോ. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാർ അവിടെ നിന്ന് വിസിലടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബിനോട്ടിനോട് ചെയ്ത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഡാമിൻ്റെ മുകളിൽ വണ്ടി നിർത്താൻ പാടില്ല എന്ന്. അപ്പോൾ അതാ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കൊക്ക അങ്ങനെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. മഴ ഇങ്ങനെ വീഡിയോ പിടിച്ച അത്ര അങ്ങ് ശരിയായില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ പോയതാണ്, മെഡിക്കൽ കോളേജിൽ പോയതാണ്. മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. അപ്പോൾ അച്ചുക്കുട്ടനാണെങ്കിൽ പോയ വഴിക്ക് മുഴുവൻ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഭയങ്കര ക്ഷീണത്തിൽ അങ്ങനെ കിടക്കണ ഭാഗമാണ് കേട്ടോ. അച്ഛൻ നന്നായിട്ട് മടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്